പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം, പ്രാർത്ഥന കേട്ടങ്ങടിയാതൻ യാചന നൽകിയനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടങ്ങടിയാതൻ യാചന നൽകിയനുഗ്രഹിക്കും. എൻ ദൈവമേ, എൻ രക്ഷകാ, എൻ നാഥനേ, എൻ യേശുവേ, നിൻ സന്നിധിയിൽ കുമ്പിടും ഞാൻ, തൃപ്പാദങ്ങൾ മുത്തിടുന്നു. കണ്ണുയർത്തുന്നു ഞങ്ങൾ, കൈകൾ മലർത്തും നിൻ മുൻപിൽ. കണ്ണുയർത്തുന്നു ഞങ്ങൾ, കൈകൾ മലർത്തും നിൻ മുൻപിൽ. ആത്മശരീര മനസ്സുകൾ സന്നിധം അർപ്പിച്ചു കുമ്പിടുന്നു. ആത്മശരീര മനസ്സുകൾ സന്നിധം അർപ്പിച്ചു കുമ്പിടുന്നു. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ, 2021 OVS നവമാധ്യമങ്ങളിലൂടെ നമ്മൾ നേരിടുകയാണ്. വ്യത്യസ്തമായ ജീവിത ശൈലിയിലൂടെ നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന ജീവിതം, നമ്മുടെ പഠനം, ഇതെല്ലാം വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമ്മളെല്ലാം ഇന്ന് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് COVID-19 മഹാമാരിയുടെ ഈ കാലയളവിൽ നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരുപാട് വ്യത്യസ്തമായ രീതികളും വ്യത്യസ്തമായ ചിന്തകൾ കൊണ്ടൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചു തുടങ്ങി. OVS നാളിതുവരെയും നമ്മളെല്ലാവരും നേരിട്ട് കാണുകയും സംസാരിക്കുകയും സ്നേഹവിരുന്നിലൂടെയും മറ്റ് പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും പാട്ട് പഠിക്കുകയും ധ്യാനം കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാലത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ഈ വർഷത്തെ OVS ദൈവഹിതം തിരിച്ചറിയുകയും എന്നാണ് നമ്മുടെ OVSന്റെ തീം. തീർച്ചയായിട്ടും ദൈവഹിതം തിരിച്ചറിയേണ്ട ഒരു കാലത്താണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. അത് നമ്മൾ എത്രമാത്രം ദൈവത്തിന്റെ പദ്ധതികളെക്കുറിച്ചും നമ്മളായിരിക്കുന്ന ഈ കാലത്ത് എങ്ങനെയാണ് ദൈവകൃപയുടെ വ്യാപാരം എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലത്ത് നിൽക്കുകയാണ്. ഇന്ന് ഞങ്ങളോടുകൂടി അല്പനേരം ധ്യാന വിഷയമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്താവിഷയം അന്യോന്യം ധൈര്യപ്പെടുത്തുകയും എന്നുള്ളതാണ്. കോവിഡിന്റെ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഭയമുണ്ട്. ഈ രോഗം പടരുമോ, രോഗം നമുക്ക് പിടിക്കുമോ, നമുക്ക് നഷ്ടപ്പെടൽ അഭിമുഖീകരിക്കേണ്ടി വരുമോ, ഇതൊക്കെ നമ്മുടെയൊക്കെ ആലോചനയിലും ചിന്തയിലൊക്കെ കടന്നു പോകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ക്രിസ്ത്യാനികളായ നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും വേദപുസ്തകത്തിലൂടെയും കഥകളിലൂടെയൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അന്യോന്യം എങ്ങനെയാണ് ധൈര്യപ്പെടുത്തുക? വിശുദ്ധ വേദപുസ്തകം ആകമാനം എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും,
അനേക കഥാപാത്രങ്ങളുണ്ട്. അവരുടെ പ്രയാസഘട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതായ രംഗങ്ങളൊക്കെ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതില് ഒന്നാമത്തേതായിട്ട് പഴയ നിയമത്തില് യോസഫിന്റെ കഥയാണ്. പൊത്തിഫേറിന്റെ ഭാര്യ യോസഫിനെ വഞ്ചിക്കുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്യുമ്പോൾ തന്റെ കൂടെ ഇരുന്ന കാരാഗ്രഹത്തിലിരുന്ന 2 സഹവാസികളെ അവർ വളരെയധികം വിഷമത്തിലായിരിക്കുമ്പോൾ യോസഫ് അവരെ ധൈര്യപ്പെടുത്തുന്ന രംഗമുണ്ട്, അവരെ ആശ്വസിപ്പിക്കുന്ന രംഗമുണ്ട്. കൂടെയുള്ള ആളാണ്, അവരൊരുമിച്ച് കാരാഗ്രഹത്തിലിരിക്കുകയാണ്. മറ്റുള്ളവര് 2 വ്യക്തികള് തെറ്റ് ചെയ്തെങ്കിൽ ഇത് ഒരു തെറ്റും ചെയ്യാത്ത ഈ വ്യക്തി മറ്റുള്ളവരെ തെറ്റ് ചെയ്തവരെ ആശ്വസിപ്പിക്കുകയാണ്, അവരെ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ സ്ഥലത്തിലേക്ക് തന്നെ, നിങ്ങളുടെ പദവിയിലേക്ക് തന്നെ തിരിച്ച് കയറും എന്ന് വലിയൊരു ധൈര്യപ്പെടുത്തൽ നൽകുന്നുണ്ട്. ദൈവത്തിന്റെ കൃപയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി, അവർക്കൊരു ഉന്മേഷവും പ്രചോദനവും കൊടുക്കുവാൻ സാധിക്കുന്നു. വേദപുസ്തകത്തില് ഒരുപാട് കാര്യങ്ങൾ, പല ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. സമയോചിതമായി ഇടപെടലുകൾ മൂലം മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. പ്രയാസത്തിലിരിക്കുന്നവര്, രോഗത്തിലിരിക്കുന്നവര്, നഷ്ടപ്പെട്ട് പോയവര്, ഇവർക്കൊക്കെ ആശ്വാസവും സ്വസ്ഥതയും നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും പഴയ നിയമത്തിൽ 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ അവിടെ എൽക്കാനായും പെനീനായും 2 കഥാപാത്രങ്ങളുണ്ട്. എൽക്കാനായിക്ക് 2 ഭാര്യമാരാണ്. പെനീനായുണ്ട്, ഹന്നായുണ്ട്. ഹന്നായിക്ക് മക്കളില്ല, എന്നും വിഷമിക്കും. അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ എൽക്കാന ഹന്നായെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നിനക്ക് 10 പുത്രന്മാരുടെ സമനാണല്ലോ ഞാൻ എന്ന് പലപ്പോഴും ഹന്ന പറയുന്നുണ്ട്, എൽക്കാന പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ആളുകളെയൊക്കെ നമ്മൾ കണ്ടുമുട്ടും. പ്രയാസത്തിൽ ബുദ്ധിമുട്ടിലിരിക്കുന്ന ആളുകളെ കണ്ടുമുട്ടും. അവരെയെല്ലാം ആശ്വസിപ്പിക്കാനും അവർക്ക് ധൈര്യം കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ദൈവ കൃപയെക്കുറിച്ചുള്ള ധൈര്യപ്പെടുത്തലാണ് രണ്ടാമത്. ദൈവത്തിന്റെ കൃപ മോശയുടെ പഞ്ചഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ മക്കളെ മോശ ധൈര്യപ്പെടുത്തുന്നുണ്ട്. അവർ കനാൻ ദേശത്തേക്ക് ചെന്ന് കയറുന്നതിന് മുമ്പും മോശ അവരെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. ചെങ്കടലിന്റെ തീരത്തിലൂടെ അവരെ നടത്തുമ്പോഴും അവരെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. സത്യത്തിൽ ദൈവകൃപയുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ ഉള്ളിൽ പ്രകാശം പടർത്തുവാനും അവർക്ക് ധൈര്യവും ഉറപ്പും വീര്യവും കൊടുക്കാനും സാധിക്കും. എന്നെ കേൾക്കുന്ന മക്കളെ, നമ്മുടെ ഈ ജീവിതം അത് മറ്റുള്ളവർക്ക് സമയോചിതമായി അവരുടെ പ്രയാസഘട്ടങ്ങളിലൊക്കെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ശക്തിയും കൊണ്ട് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാനും മറ്റുള്ളവരെ പ്രചോദനം കൊടുക്കുവാനും മറ്റുള്ളവരെ ഉയർത്തിപ്പിടിക്കുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ദൈവം തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും ആശ്വാസവും സ്വസ്ഥതയും പ്രപഞ്ചത്തിനൊക്കെ സമാധാനം നൽകട്ടെ. രോഗികളായവർക്ക് നമ്മുടെ വാക്കുകൾ ആശ്വാസമായി ഭവിക്കട്ടെ. അവർ ശുശ്രൂഷിക്കുന്ന കൈകൾക്കൊക്കെ ദൈവം തമ്പുരാൻ ഇനിയും കൃപയും ശക്തിയും നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകളെ നമുക്ക് അടക്കാം. കാരുണ്യവാനും സ്വർഗസ്ഥനുമായ ദൈവമേ, അനുഗ്രഹമുള്ള ഈ ദിവസത്തെ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസത്തിന്റെ ഘട്ടത്തിലായിരിക്കുന്ന സകലരെയും തിരുമുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ രോഗികളായവര്, അനാഥരായവര്, വിധവകളായവര്, മറ്റു പ്രയാസങ്ങളിലായിരിക്കുന്നവരെ സകലരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, അവരെ ധൈര്യപ്പെടുത്തുവാൻ ഉള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. സമയോചിതമായി അവിടുത്തെ കൃപ അവരിൽ പരിലസിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അവിടെ ഞങ്ങൾ സഹായിക്കണമേ. നിന്റെ കൃപയെക്കുറിച്ചുള്ള ധൈര്യപ്പെടുത്തൽ അബ്രഹാം ഇസഹാക്കിന് ധൈര്യപ്പെടുത്തിയതുപോലെ ദൈവമേ, ഞങ്ങളുടെ സകലരെയും തിരുമുമ്പാകെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധൈര്യം നൽകണമേ, കൃപ നൽകണമേ. മറ്റുള്ളവർക്ക് ആശ്വാസവും സ്വസ്ഥതയും നൽകുവാൻ
അവിടുന്ന് ഞാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട സൺഡേ സ്കൂൾ പ്രവർത്തകരെ, മെയ് മാസം 16-ാം തീയതി ഈ വർഷം സൺഡേ സ്കൂൾ ദിനമായി നാം ആചരിക്കുന്നു. സൺഡേ സ്കൂൾ ദിനത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ബാവാതിരുമേനിയുടെ കൽപ്പന ഇതിനോടകം നമ്മുടെ പള്ളികളിൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പള്ളികളിലെ ഗ്രൂപ്പുകളിൽ കൽപ്പന എല്ലാവർക്കും ലഭിക്കത്തക്ക രീതിയിൽ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ബഹുമാന്യരായ എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരും ഈ സൺഡേ സ്കൂൾ ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിർവഹിക്കുന്ന ഈ ശുശ്രൂഷ ഏറ്റവും ആത്മാർത്ഥമായി നിർവഹിക്കുവാനുള്ള പ്രചോദനം ഈ ദിവസം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗാരോഹണ പെരുന്നാളിനും പെന്തിക്കോസ്തി പെരുന്നാളിനും ഇടയ്ക്കുള്ള ദിവസങ്ങൾ കാത്തിരിപ്പിന്റെ ദിനങ്ങളാണല്ലോ. കാത്തിരിപ്പിന്റെ ദിനങ്ങളിലാണ് മെയ് 16-ാം തീയതി ഞായറാഴ്ച കടന്നു വരുന്നത്. സ്വർഗാരോഹണ സമയത്ത് കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്നാമത്, പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരിക്കുവാൻ നിർദ്ദേശം നൽകുന്നു. രണ്ടാമത്, ലോകമെങ്ങും നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവാനെന്ന അപ്പോസ്തോലിക ദൗത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമത്, യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച് സ്വർഗാരോഹണ സമയത്ത് മാലാഖമാർ ശിഷ്യന്മാർക്ക് അറിയിപ്പ് നൽകുന്നു. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ വിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രോജ്വലനത്തിനു വേണ്ടി ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ അനുതാപത്തോടെ കാത്തിരിക്കുന്ന സന്ദർഭമാണ്. അപ്പോസ്തോലന്മാർക്ക് സഹീയോൻ മാളികയിൽ വെച്ച് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അവർക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ച് നമ്മിലില്ലാത്ത ഒരു പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭമല്ല ഇത്. മറിച്ച് ലഭിച്ച പരിശുദ്ധാത്മാവ്, വിശുദ്ധ മാമോദീസായിലൂടെ നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രോജ്വലനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ അനുതാപത്തോടെ നോക്കിപ്പാർക്കുന്ന സന്ദർഭം. അതുകൊണ്ടാണ് പെന്തിക്കോസ്തിയുടെ ക്രമം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് മുട്ടുകുത്തലിന്റെ ക്രമമാണ്. കാർമ്മികനും വിശ്വാസികളും ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, വലിയ പ്രതിസന്ധികളുടെ നടുവിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ലോകത്ത് പകർച്ചവ്യാധി ഭീകരമായ രീതിയിൽ പടർന്നിരിക്കുന്നു. മലങ്കര സഭയെ സംബന്ധിച്ച് പരിശുദ്ധ ബാവാതിരുമേനിയുടെ രോഗാവസ്ഥ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആഴമായ ദുഃഖത്തിന് കാരണമായിരിക്കുന്നു. ഈ സന്ദർഭം നമ്മൾ ഉള്ളുനുറുങ്ങി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധ ബാവാതിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ എല്ലാ പ്രവർത്തകരും കുഞ്ഞുങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മഹനീയ സന്ദർഭമായി ഈ സൺഡേ സ്കൂൾ ദിനാഘോഷം പരിണമിക്കട്ടെ. അതോടൊപ്പം തന്നെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും ഭംഗിയാക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന സന്ദർഭമായി ഇത് തീരണം. അതുകൊണ്ട് സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഈ വർഷം ഏറ്റവും മനോഹരമായി തീരുവാൻ ഈ സൺഡേ സ്കൂൾ ദിനാഘോഷം പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിൽ പലരും ഓരോ ചുമതലകളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇടവകയിൽ ഹെഡ് മാസ്റ്ററായി, അധ്യാപകരായി, ഞങ്ങളെപ്പോലുള്ള വൈദിക ശുശ്രൂഷ, ഇങ്ങനെ വിവിധ മേഖലകളിൽ വരുന്നു. ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ
ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിരാശ നിറഞ്ഞ ഈ സാഹചര്യത്തിൽ പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. ദൈവം കൂടെയുണ്ട്. 2021 സൺഡേ സ്കൂൾ ദിനാചരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാ സൺഡേ സ്കൂൾ പ്രവർത്തകർക്കും ആത്മീക പ്രചോദനത്തിന് പര്യാപ്തമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റോബിൻ ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കെ മുറിയുടെ പൂട്ട് വീണു. റോബിൻ എത്ര ശ്രമിച്ചിട്ടും അവനത് തുറക്കാൻ സാധിച്ചില്ല. പാവം പേടിച്ച് കരയാൻ തുടങ്ങി. റോബിന്റെ കരച്ചിൽ കേട്ട് അവന്റെ പപ്പ ഓടിയെത്തി. അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും പൂട്ട് തുറക്കാൻ സാധിച്ചില്ല. അവൻ കൂടുതൽ ഭയപ്പെടാനും ഉച്ചത്തിൽ കരയാനും തുടങ്ങി. അപ്പോഴേക്കും അവന്റെ പപ്പ പൂട്ട് തുറക്കുന്നതിനുള്ള ആളുകളെ ഫോൺ ചെയ്തിട്ട് റോബിൻ അകപ്പെട്ടു പോയ മുറിയുടെ ജനാലയ്ക്കരികിൽ ചെന്നു. പപ്പായെ കണ്ടപ്പോഴേക്കും അവന്റെ കരച്ചിലിന്റെ ശക്തി കൂടി. ജനാലയ്ക്കരികിൽ നിന്ന് അവന്റെ പപ്പ അവനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ദാനിയേലിന്റെ ദൈവഭക്തിയും വിശ്വാസവും പ്രാർത്ഥനയുമൊക്കെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ എങ്ങനെ സഹായിച്ചു എന്ന് വിശദീകരിച്ചു. ഭയപ്പെടേണ്ടെന്നും ദാനിയേലിനെ രക്ഷിച്ച പോലെ റോബിനെയും ദൈവം രക്ഷിക്കുമെന്നും പപ്പ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. ധൈര്യം വീണ്ടെടുത്ത റോബിൻ കണ്ണീര് തുടച്ച് പൂട്ട് തുറക്കാൻ വന്നവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയും മുറി തുറന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പപ്പായുടെ അടുത്തേക്ക് ഓടി വന്ന റോബിനെ പപ്പ വാരിയെടുത്ത് ഉമ്മ വെച്ചു. ലീവ്സ് ഗ്രൂപ്പിലെ ഡേ 3 എല്ലാവർക്കും സ്വാഗതം. നീതിയിൽ വളരുക, നിർഭയരായിരിക്കുക എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ദൈവമേ, ഇന്നത്തെ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. നീതിക്ക് വേണ്ടി പോരാടിയ, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ 2 വ്യക്തികളെ ഇന്ന് പരിചയപ്പെടാം. ഇസ്രായേലിലെ രാജാവായിരുന്നു ആഹാബ്. ആഹാബ് രാജാവിന്റെ ഭാര്യയായിരുന്നു ഇസബേൽ. ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിനടുത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം കൈക്കലാക്കി അതൊരു ചീരത്തോട്ടമാക്കി മാറ്റുവാൻ രാജാവ് ആഗ്രഹിച്ചു. ആ തോട്ടത്തിന്റെ ഉടമസ്ഥനായിരുന്നു ഇസ്രായേൽക്കാരനായ നാബോത്ത്. ആഹാബ് രാജാവിന് ആ തോട്ടം വേണമെന്നും അതിന് വിലയായി പണം നൽകാമെന്നും അല്ലെങ്കിൽ പകരം മറ്റൊരു തോട്ടം നൽകാമെന്നും ആഹാബ് രാജാവ് നാബോത്തിനെ അറിയിച്ചു. പക്ഷേ തനിക്ക് പിതാക്കന്മാരുടെ കയ്യിൽ നിന്നും അവകാശം ലഭിച്ച ആ മുന്തിരിത്തോട്ടം രാജാവിന് നൽകാൻ നാബോത്തിന് മനസ്സ് വന്നില്ല. യഹോവ അതിന് സമ്മതിക്കില്ല എന്ന് നാബോത്ത് ആഹാബ് രാജാവിനെ അറിയിച്ചു. നാബോത്തിന്റെ ഈ തീരുമാനം കേട്ട് ആഹാബ് രാജാവിന് സങ്കടമായി. പക്ഷേ രാജാവും തന്റെ ഭാര്യയായ ഇസബേലും കൂടി ചേർന്ന് നാബോത്തിനെ വകവരുത്തുവാൻ തീരുമാനിച്ചു. ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിച്ച് നാബോത്തിനെ കല്ലെറിഞ്ഞുവാൻ കൽപ്പിച്ചു.
രാജാവിന്റെ ഈ ദുഷ്ടപ്രവൃത്തിക്ക് എതിരെ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ. രാജാവ് ചെയ്തത് തെറ്റാണെന്നും അതിന് ദൈവം രാജാവിനെ ശിക്ഷിക്കുമെന്നും ഏലിയ പ്രവാചകൻ രാജാവിനെ അറിയിച്ചു. തന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നീതിക്ക് വേണ്ടി ശക്തമായി രാജാവിനെതിരെ ഏലിയ പ്രവാചകൻ പ്രസംഗിച്ചു. ഇതുപോലെ മറ്റൊരു വ്യക്തിയാണ് വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ. അന്ന് നിലനിന്നിരുന്ന അനീതിക്കെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രസംഗിച്ചിരുന്ന വ്യക്തിയാണ് വിശുദ്ധ യോഹന്നാൻ. തെറ്റായ ജീവിത രീതികളിൽ നിന്നും ഒഴിഞ്ഞു മാറി മാനസാന്തരപ്പെട്ട് പുതിയ ജീവിത രീതിയിലേക്ക് തിരിച്ചു വരണമെന്ന് യോഹന്നാൻ സ്നാപകൻ വീണ്ടും വീണ്ടും ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. അന്നത്തെ ഗവർണറായിരുന്ന ഹെരോദ് രാജാവിന്റെ തെറ്റായ പ്രവർത്തനങ്ങളും തെറ്റായ ജീവിത രീതികളെ കുറിച്ചും ഉറക്കെ പരസ്യമായി തന്നെ യോഹന്നാൻ പ്രസംഗിച്ചു. ഇത് കേട്ട ഹെരോദ് രാജാവ് യോഹന്നാൻ സ്നാപകനെ കൊല്ലുവാൻ തീരുമാനിച്ചു. യോഹന്നാൻ സ്നാപകനെ തടങ്കിലാക്കി കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു ഹെരോദാവ് രാജാവ്. ഇവരെ പോലെ നമുക്കും അനീതിക്കെതിരെ നിൽക്കുവാൻ സാധിക്കുമോ? തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുവാനും തിന്മയ്ക്കെതിരെ ശബ്ദമുയർത്തുവാനും നമുക്ക് സാധിക്കുമോ? ഇല്ലെങ്കിൽ അതിനുവേണ്ടി ശക്തി തരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് തിന്മയിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാനും തിന്മകളുടെ ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുക എന്നുള്ളത്. നന്മ ചെയ്യുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. ഇനി നമ്മുടെ ചുറ്റുവട്ടത്തും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിയും, അവരെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ഇടവക പള്ളിയിൽ നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്തെല്ലാമെന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചാൽ അതിന്റെ ഭാഗമാകാൻ ശ്രമിക്കുക. നമുക്ക് അറിയാവുന്ന ആതുര സേവനം ചെയ്യുന്ന, മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ സഹായിക്കുന്ന 1-2 പേരെ ഐഡന്റിഫൈ ചെയ്ത് അവരെ കുറിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസത്തെ വേദവാക്യം നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തലനായ പൗലോസ്ലിഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ ഈ ദുഷ്കാലങ്ങളിൽ എതിർത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആക്ടിവിറ്റി, ഇന്നത്തെ പ്രവർത്തനം, കറക്റ്റ് ദ ജംബിൾ വേർഡ്സ്. Righteousness, then justice and sacrifice to do is to the Lord more acceptable. ശരിയായ ക്രമത്തിൽ എഴുതുക. യഹോവയ്ക്ക് ഇഷ്ടം പ്രവർത്തിക്കുന്നത് നീതിയും ഹനനയാഗത്തെക്കാൾ ന്യായവും. സദൃശ്യവാക്യങ്ങൾ 21-3 നോക്കി ശരിയായ ക്രമത്തിൽ ഈ വാക്യം എഴുതുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങേ മറ്റുള്ളവരോട് സാക്ഷിക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. മറ്റുള്ളവരെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുമുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. Da da da
ത്രിയേക ദൈവത്തിന് സ്തുതി. കൊച്ചി ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ യാക്കുമാർ എറിയസ് തിരുമേനി, കൊച്ചി ഭദ്രാസനത്തിന്റെ സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിജി വർഗീസ് അച്ഛൻ, മറ്റു വൈദിക ശ്രേഷ്ഠരെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഏവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമാണ്. കോവിഡ് എന്ന മഹാവ്യാധിയിലും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഓൺലൈനായി OBBS നടത്തുവാൻ കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ OBBS തീം ദൈവഹിതം തിരിച്ചറിവിൻ എന്നുള്ളതാണ്. ഓൺലൈനായി നടത്തുന്ന OBBS ക്ലാസുകൾ അധ്യാപകരും കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ കഴിയുന്നത്ര രക്ഷിതാക്കളും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മാന്യ വ്യക്തിത്വങ്ങളോടും ചുവന്നുകൊണ്ട് ജില്ലയുടെ പേരുള്ളതായ എല്ലാ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ജീസസ്. നാമത്തിന് മാറ്റമുണ്ടാകട്ടെ. ഞാൻ ബിൻസി എൽദു, കൊച്ചി ഡയോസിസിലെ ചുവന്നമണ്ണ് ഡിസ്ട്രിക്ട് സെക്രട്ടറിയാണ്. ഈ കോവിഡ് എന്ന മഹാമാരിയിൽ നമ്മെ താങ്ങി നിർത്തിയ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നതോടൊപ്പം ഈ വർഷത്തെ OBBSന് എല്ലാ മംഗളാശംസകളും നേരുന്നു.